മനോഹരമായ ഒരു ഷട്ടിൽ കോക്ക്, ഒരു 10-18 വയസ്സ് പ്രായം കാണും. ഈ കരിങ്കുവളത്തിന്റെ ദളങ്ങളില്ലേ? ഞാൻ കണ്ടിട്ടില്ല. എന്നാ കണ്ടു നോക്ക്, അപ്പ അറിയാം. അതേപോലുള്ള കണ്ണുകൾ, പഞ്ചവർണ്ണ തത്തയുടെ ചുണ്ടുപോലുള്ള മൂക്ക്, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ, ഇരുട്ട് കട്ട പിടിച്ചടക്കുന്ന പോലത്തെ. ബാക്കി ഞാൻ ഊഹിച്ചോളാം. ഇത്രയും ക്വാളിഫിക്കേഷൻ ആ പെണ്ണിനുണ്ടെന്നാണോ താൻ പറയുന്നത്? അതെ, ഇത് സൗന്ദര്യമല്ല, ഒരു ഓമനത്വം. എനിക്ക് വല്ലാതെ ഇഷ്ടമായി. ഒരു സംശയം, തനിക്ക് തന്റെ ജീവിതത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ പറ്റി പറയാമോ? താൻ എന്നെ കളിയാക്കൊന്നും വേണ്ട. ആ ഇഷ്ടത്തിനും ഈ ഇഷ്ടത്തിനും വ്യത്യാസമുണ്ട്. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളാണ് അതൊക്കെ. നനുത്ത കുളിർകാറ്റാണ് ഇത്. താനും നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഈ ചേഞ്ച് നല്ലതാണ്. പ്രേമം നൽകുന്ന ഈ അനുഭൂതി പലരിലും പല എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ചിലർ ഒന്നാം തരം കവിതകൾ എഴുതും, മറ്റു ചിലർ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ കാശ് വാരി വലിച്ചുണ്ടാക്കും. ഇനിയും ചിലർ എന്തെങ്കിലും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് താടിയും മുടിയും വളർത്തി ഏതെങ്കിലും ഉറപ്പുള്ള ഫാനിൽ ജീവിതം കെട്ടിത്തൂക്കും. ആട്ടെ, താനീ പ്രേമത്തിന്റെ തണലിൽ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? സുന്ദരമായി ഷട്ടിൽ കളിക്കാൻ പോകുന്നു. പക്ഷെ തനിക്കെങ്ങനെ അറിയാം അയാൾ മനഃപൂർവ്വം ഷട്ടിൽ അടിച്ചതാണെന്ന്? അതൊക്കെ എനിക്കറിയാം. എനിക്കെന്താ ബുദ്ധിയില്ലേ? ആട്ടെ, തനിക്ക് അയാൾ ഇഷ്ടമാണോ? അതെനിക്കറിയില്ല. പക്ഷേ എപ്പോഴും ആ ആളിന്റെ മുഖമാണ് എന്റെ മനസ്സിൽ. ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയും ചെയ്തു. അതിന്റെ അർത്ഥം തനിക്ക് അയാൾ ഇഷ്ടമാണെന്ന്. ആള് കാണാൻ ഇങ്ങനെ എനിക്കറിഞ്ഞൂടാ, പക്ഷെ എനിക്കിഷ്ടാ. എന്തൊക്കെ ആക്ഷനാ മുഖത്ത് വരുന്നതെന്നോ? ആരും ചിരിച്ചു പോകും. ആ, തന്റെ ഒരു ഭാഗ്യം. മനസ്സിനിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിന് മുന്നിൽ വന്ന് വിളയാടുന്നു. എല്ലാറ്റിനും ഒരു യോഗം വേണോടോ. സാറേ, ഞാനിത് കഥയൊന്നും നോക്കണം. ചേട്ടാ സാർ എടുക്കുന്നു ഉറപ്പാന്നാ എന്റെ കൂട്ടുകാരെ പറഞ്ഞു. അത്രയ്ക്ക് ഉഗ്രനായിട്ടുണ്ട്. ഇത്ര ചെറുപ്പത്തിൽ നീ കഥ എഴുതിയിരുന്നു, അതൊരു വലിയ കാര്യമാണല്ലോടാ. അതാ സാറേ പാവനാണോന്ന് പറയുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ പേര് പേപ്പറിൽ അച്ചടിച്ചാണോന്ന്. നീ എന്നെ വായിക്കേ, കേക്കട്ടെ. നിലാവുള്ള രാത്രി, മഞ്ഞു കൊച്ചുന്ന തണുപ്പ്, രാമൻ നായർ ജാനകിയമ്മയുടെ മുറിയിൽ നുഴഞ്ഞു കയറി. അന്നേടാ നുഴഞ്ഞു കയറിയത്, നേരെ കയറുന്ന പോലായിരുന്നു. അതാ സാറേ സസ്പെൻസ്. സാർ കേൾക്കണം. ഉറപ്പായിൽ കിടന്നുറങ്ങുന്ന ജാനകിയെ അയാൾ അടിമുടി നോക്കി. അവളുടെ ബ്ലൗസിനുള്ളിലെ യൗവനം. എന്തോ ബ്ലൗസിനുള്ളിലെ യൗവനം? അതെനിക്ക് മനസ്സിലായില്ലോ. സാറിനെ കളിയാക്കോ? സാർ കേൾക്കണം. യൗവനം അയാളെ കരം പിടിപ്പിച്ചു. അയാളുടെ പൗരുഷം ഉണർന്നു. എന്താണെന്ന്? പൗരുഷം. അയാൾ അവളെ അടക്കി പിടിച്ച് അമർത്തി ചുംബിച്ചു. എന്ത് ചെയ്തു? ചുംബിച്ചു. ചുംബിച്ചു എന്ന് വെച്ചാ? ചുംബിച്ചു സാറേ. എന്താ അർത്ഥം? എനിക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാമല്ല, പക്ഷെ അത് നല്ല വാക്കാ. ഞാൻ വായിക്കുന്ന എല്ലാ കഥകളും കാണും. നീ പോയി ഭഗവാൻ കൃഷ്ണനെ പറ്റി കഥ എഴുതിക്കൊണ്ടുവാ, ഞാൻ പത്രത്തിലിടാ. മേലാൽ ഇത്തരം കഥയായിട്ട് ഇങ്ങോട്ടെങ്ങാനും വന്ന നിന്റെ മുട്ടിയാൻ തല്ലി പിടിക്കും. പോടാ. ചുംബിച്ചത്. നിന്റെ തള്ള എവിടെ? വെള്ളിയാഴ്ച ആയതുകൊണ്ട് 10 മണി വരെ പൂജാമുറിയിലായിരിക്കും. ഓ, ഇപ്പോഴും പഴയ ഭക്തിമാർഗം തന്നെ അല്ലേ? ഭക്തി കഴിഞ്ഞ് പുറത്തു വരുമ്പോ നീ നിന്റെ തള്ളയോട് പറഞ്ഞേക്ക്, ഞാൻ വന്ന് പുതിയ താമസ സ്ഥലമൊക്കെ കണ്ടേച്ച് പോയെന്ന്. ഈയിടെയായി എന്നെ ഒന്നും അറിയിക്കുന്ന ശീലം നിനക്കോ നിന്റെ തള്ളയ്ക്കോ ഇല്ലല്ലോ. അമ്മ പൂജയും ദേവാരും ഒക്കെ ആയിട്ട് കഥ അടച്ചിരിക്കുന്നുണ്ടായി കുഴപ്പമൊക്കെ. നീ എന്താ ഈ പറയുന്ന മോളെ? അദ്ദേഹം വന്നിട്ട് പോയി. സുഖവരൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ആര്? ഇളയച്ചനെ നമ്മ വിളിപ്പിച്ച ആ മനുഷ്യൻ. എല്ലാം മതിയോ സാർ? നിനക്കിനി വല്ലതും വേണോ? ഒന്നും വേണ്ട സാർ. ഒരു ഐസ്ക്രീം കൂടെ ആയാലോ? വേണ്ട സാർ. അല്ല, ഇപ്പം സാറിന്റെ കാശില്ലല്ലോ. ബില്ലുണ്ട്. നിനക്കിനി ഞാൻ
ഒരു 100 രൂപ ആട്ടെ. 100 രൂപയോ? ആ 100 രൂപ. 50 രൂപ ഇപ്പൊ തരും അഡ്വാൻസ് ആയിട്ട്. ബാക്കി 50 രൂപ പണി കഴിയുമ്പോ. എന്താ? എന്തുവാ സാറേ പണി? എടാ പണി എന്തായാലും ചെയ്തൂടെ? രൂപ 100 കിട്ടുന്നതാ. അതൊക്കെ അല്ലേ സാറേ, പണി എന്താണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. ആ ശരി, എന്നാ പറയാം. നിന്റെ ചേച്ചിയില്ലേ? എന്ത് ചേച്ചി? ആ ചേച്ചിയും ഞാനും തമ്മിൽ തമ്മിൽ? എടാ ഇഷ്ടത്തിനാണെന്ന്. പക്ഷെ നീ ആരോടും പറയരുത്. അതിനാണോ 100 രൂപ? എടാ പറയുന്ന മുഴുവൻ കേൾക്കാൻ. ഞാനിപ്പം ഒരു കത്ത് നിന്നെ ഏൽപ്പിക്കും. നീ അത് കൊണ്ടുപോയി ആരും കാണാതെ ജയന്തിയുടെ കൊടുക്കണം. അതിനാണ് 50 രൂപ അഡ്വാൻസ് ആയിട്ട് വരുന്നത്. ആ കത്ത് വായിച്ചു കഴിയുമ്പം ജയന്തി നിന്നെ ഒരു മറുപടി ഏൽപ്പിക്കും. ആ കത്ത് എന്റെ കൊണ്ട് തരുമ്പം ബാക്കി 50 രൂപ വരും. എന്താ? ആ മനുഷ്യൻ ഈ വീട്ടിൽ വരുന്നത് എനിക്കിഷ്ടമല്ല. വന്നിട്ട് പോട്ടെ, മനസ്സിലാക്കാം. ഇത് വരുന്നതേ കുപ്പി സോഡയും കൊണ്ടല്ലേ. ഇവിടെ വന്നിരുന്ന് കുടിക്കാൻ അങ്ങേർക്ക് എന്താ അധികാരം? ഇതെന്താ ഷാപ്പാണോ? അമ്മ മിണ്ടാതിരിക്കുന്ന കൈ കുഴപ്പമൊക്കെ, ഇല്ലെങ്കിൽ പടിക്ക് പുറത്തു നിൽക്കും. മറ്റൊന്നും കൊണ്ടല്ല മോളെ, ഒരു 3 വയസ്സാകുന്നത് വരെ അച്ഛനെ പോലെ നിന്റെ കാര്യങ്ങൾ ആ മനുഷ്യൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താമ്മേ കാര്യം? അന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കാരണവും കാണും. കഴിഞ്ഞ തവണ ആ മനുഷ്യനൊന്ന് മൂളിയിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടുമായിരുന്നു. അതമ്മയ്ക്കറിയാമോ? സഹായിക്കത്തില്ലെന്നുള്ളത് പോട്ടെ, അയ്യരൻ കമ്പനിയിലെ ആ ജോലി എനിക്ക് കിട്ടാതിരുന്നത് ഈ മനുഷ്യൻ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ. അതമ്മയ്ക്കറിയാമോ? അതൊക്കെ നിനക്ക് തോന്നുന്നതാ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ കാര്യമെന്നോ? എനിക്ക് ജോലി കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അതുണ്ടാകരുത്. എപ്പോഴും ആ മനുഷ്യന്റെ കൊടികീഴിൽ ഇങ്ങനെ പഞ്ചുവെച്ച് അടക്കി കഴിഞ്ഞോളണം. ഞാൻ പറയാം, എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടമല്ല. എന്താടാ? ചേച്ചിയെ ഒന്ന് കാണാമെന്നോ? കണ്ടില്ലേ? കണ്ടു. ആ എന്നാ പോയെ. പറഞ്ഞത് കേട്ടില്ലേ? പ്രിയപ്പെട്ട ജയന്തിക്ക് എനിക്കിഷ്ടമായി. എന്നെയും ഇഷ്ടമായെന്നാണ് എന്റെ വിശ്വാസം. എനിക്കറിയണം എന്നെ ഇഷ്ടമായെന്ന്. വിവരം മറുപടിയിൽ എഴുതണം. എന്നും രാവിലെ അമ്പലത്തിൽ പോകുന്ന നല്ല ശീലമുണ്ടെന്നറിയാം. നാളെ ഞാൻ രാവിലെ അമ്പലത്തിൽ വരാം. അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ. എന്ന് ബാബു, ഇതിനെങ്ങനെയാ ഒരു മറുപടി എഴുതുക? രൂപ 100 കിട്ടുന്ന പ്രശ്നമാണല്ലോ. പ്രിയപ്പെട്ട ജയന്തി, പ്രിയപ്പെട്ട, ഒരു കാര്യം ചെയ്യാം. എന്താ വിളിക്കേണ്ടതെന്നറിയില്ല എന്ന് എഴുതാം. കത്ത് കിട്ടി, അതെഴുതണം. എന്താ എഴുതേണ്ടതെന്നറിയില്ല, അങ്ങനെ എഴുതാം. ഞാൻ അമ്പലത്തിൽ വരാം. അപ്പോൾ വിശദമായി സംസാരിക്കാമല്ലോ. ആ ഇത്രയൊക്കെ മതി. ആദ്യത്തെ കത്തല്ലേ. എന്നാലും സാർ ആളുകൊള്ളാം. എന്ത് പണി എന്നെ ഏൽപ്പിച്ച്? എന്ത് പറ്റി എന്ന് വെച്ചാൽ എന്റെ സ്ഥിതി നോർത്ത് ആരും കാണാതെ വേണം ഈ കത്തേൽപ്പിക്കാൻ. അങ്ങനെ ചുമ്മാ ഉണ്ടായിപ്പിക്കാൻ പറ്റും? അതിനും എന്തെങ്കിലും വാചകം പറയണ്ടേ? അത് പറയാനേ വരുമ്പോ ആ അമ്മ അതിൽ വരും. എനിക്ക് അമ്മയുടെ മോൻ കാണുന്നതേ പേടിയാ. ഇടയ്ക്ക് എന്തോ പറ്റിയെന്ന് പറയാൻ. എന്തോന്ന് പറ്റേ? സാറിനോടായിട്ട് കാര്യമില്ലേ? ചെയ്യാതിരിക്കാൻ പറ്റുമോ? എന്ത് വേണേലും ആവട്ടെന്ന് കരുതി ഞാൻ അവൻ കൊടുത്തു. ചേച്ചി അത് വായിക്കുമ്പോ എന്നെ ജീവി അടിയായിരുന്നു. വായിച്ചു തീർന്നപ്പോ എന്റെ പൊന്ന് സാറേ, ചേച്ചിയുടെ മുഖത്തിൽ ഭയങ്കര നാണം പോലെ. ഉടനെ അകത്ത് പോയി ഈ കത്തുണ്ടെന്ന് തന്നെ. ആ വേല ഇരിക്കട്ടെ, ആദ്യം എഗ്രിമെന്റ് പറഞ്ഞ കാശാ. തരാം. കത്തിൽ ഇത്രയൊക്കെ എഴുതിയിട്ടും എന്നോട് സംസാരിച്ചുകൂടെ? പിന്നെ നാണം പെൺകുട്ടികൾക്ക് ആവശ്യമാണ്. പക്ഷെ ഇത്തരത്തിൽ എന്നോട് പെരുമാറുന്ന ദ്രോഹമാണ്.
അല്ല, കത്ത് ഞാൻ വായിച്ചു. കുറച്ച് വരികളെ ഉള്ളെങ്കിലും കൂടുതൽ അർത്ഥമുള്ളത് പോലെ. കുറച്ചുകൂടെ കയ്യക്ഷരം നന്നാക്കിയാ കൊള്ളാം. എന്തായി പറയുന്നത്? കത്തോ? ഏത് കത്ത്? ഇത് ചില പെൺകുട്ടികളുടെ സ്വഭാവമാണ്. കണ്ണടച്ചിരുട്ടാക്കുക. കത്ത് വായിച്ച ഞാൻ മണ്ടനാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ആൾ മാറിപ്പോയെന്ന് തോന്നുന്നു. ദയവായി ശ്രദ്ധിച്ച് സംസാരിക്കുക. ദേ, എന്റെ കത്ത് വായിച്ചും അതിന് മറുപടി വായിച്ചത് നിങ്ങളാണ്. ആ കത്തനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ ആർക്കും കത്ത് അയച്ചിട്ടില്ല, അമ്പലത്തിൽ വരാൻ എഴുതിയിട്ടില്ല. എന്താ അവിടെ രാവിലെ ഒരു സംസാരം? എനിക്കറിയില്ല, ഈ മനുഷ്യൻ എന്തൊക്കെയോ പറയുന്നു. എന്താ സാർ, നിങ്ങളൊരു ചെറുപ്പക്കാരനല്ലേ? അമ്പലമാണെന്ന് നിങ്ങൾ ഓർമ്മിക്കണ്ടേ? ഓ, അയ്യോ കഷ്ടം. നീ എന്തിനാ അയാളോട് അങ്ങനെ പെരുമാറിയത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പിന്നെ അതെനിക്കറിയില്ല. പക്ഷേ എനിക്കപ്പോ അങ്ങനെ പറയാനാ തോന്നിയത്. അവിടെ ആൾക്കാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോ എന്നോട് എത്ര സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കാമോ? അതിരിക്കട്ടെ, എന്തായിരുന്നു പുള്ളിക്കാരന്റെ വേഷം? മുണ്ടും പിന്നെ തോളത്തിന് നേരിയത്. കാണാൻ നല്ല രസമായിരുന്നു. എന്ത് രസമായാലും എന്താ? നീ ഇൻസൾട്ട് ചെയ്തല്ലേ പിരിഞ്ഞത്? എടി, ഞാനിങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. ഞാൻ അയച്ചെന്ന് പറഞ്ഞൊരു കത്തിന്റെ കാര്യം പുള്ളി എടുത്തെടുത്ത് പറയുന്ന കേട്ടു. ഏത് കത്താണാവോ? ആ കത്തിന്റെ കാര്യമാണ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. താൻ പറഞ്ഞത് ശരിയാണെങ്കിൽ, ആ കുട്ടി തനിക്ക് എഴുതിയതാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ല. അത് എന്ത് തന്നെ ആവട്ടെ. ദേ, ജീവിതത്തിൽ ഒരൊറ്റ പെണ്ണും എന്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയിട്ട് പോലുമില്ല. അതൊട്ട് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, എന്റെ മുഖത്ത് നോക്കി ചീപ്പോ എന്ന മറ്റില്ല സംസാരിച്ച്. സമയം വരുമ്പോഴേ ഞാൻ തിരിച്ച് കണക്കി വെച്ചോളാം. സാറ് കണക്കും സാമൂഹ്യ പാഠവും കളയണം. താൻ ആ എഴുത്തൊന്ന് കാണിക്കാമോ? ഇതൊരു കാമുകിയുടെ കത്തല്ല. ഈ കയ്യക്ഷത്തിന്റെ ഉടമയെ എനിക്കറിയാം. 10-14 വയസ്സ് പ്രായമുള്ള ഒരു ചെറുകിട കഥാകൃത്താണ് കക്ഷി. ഗസറ്റ് ഓഫീസർമാരുടെ ബുദ്ധിയെ വിറ്റ പിള്ളേര് ഈ നാട്ടിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? എടാ കൊച്ചുകൾ. എടേ പയ്യൻ, മീൻ വല്ലതും കുഴിയോ? എവിടെ കുരുങ്ങ? ഇപ്പൊ മീനിനെ കറിയ സാറേ, അങ്ങനെ ചൂണ്ടയാണോ? എടാ നീ വന്നേ, നമുക്ക് ശാലം പണിയുണ്ട്. സാർ ഒന്നും പറ്റില്ല, ഒത്തിരി തിരക്കുണ്ട്. എന്തോന്ന് തിരക്കടേ? നിന്നെ എത്ര ദിവസം കാണണം കാണണം വിചാരിച്ചിരിക്കാന്നറിയോ? നീ വലിയ ബിസി ആയിപ്പോയല്ലോ. നമുക്ക് ഇന്നൊരു സ്ഥലം വരപ്പാ. എങ്ങോട്ട് സാറേ? ഒക്കെ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകും. നീ വണ്ടി കയറി. അയ്യോ മതി സാർ, ഇന്നൊന്നും കഴിക്കാൻ വയ്യ. അയ്യോ, അത് മാത്രം പറയരുത്. നീ അന്നെ ഏൽപ്പിച്ച നിന്റെ ചേച്ചിയുടെ പ്രേമലേഖനുണ്ടല്ലോ, നല്ല രാശിയുള്ള. ഇന്ന് ഞങ്ങൾ വളരെ വളരെ അടുപ്പത്തില. അതിന്റെ സന്തോഷമാണിത്. ഒന്നും വേണ്ടാന്ന് പറയരുത്. അതെനിക്ക് വിഷമുണ്ടാക്കും. ആ സൂപ്പെടുത്തുകൂടി അയ്യോ കുടിയടാ. അയ്യോ മതി സാർ. ഇനി ഒരു ഐസ്ക്രീം കൂടെ ആയാലോ? അയ്യോ വേണ്ട സാർ, സാറിനെ അറിഞ്ഞോണ്ട് ശിക്ഷിക്കുക. എനിക്കറിയാം, പക്ഷെ സാർ ക്ഷമിക്കണം. ഇനി എന്നെ കൊണ്ട് തീറ്റിക്കുവാണ് ഞാൻ ചത്തു. എടാ, മേല ഇത്തരത്തിലുള്ള വക്രബുദ്ധി കാണിക്കൂ. ഇല്ല, ഈശ്വരനാണോ അമ്മയാണോ എന്നാണോ സാറിനാണോ സത്യം? താൻ വെറുതെ പറയാ, ഞാൻ വിശ്വസിക്കില്ല. ഞാൻ പറഞ്ഞത് സത്യോടോ. ഇന്ന് സ്കൂട്ടറിൽ പോകുന്നത് കണ്ടു. ഞാൻ പറയാം, ഇളം നീല നിറത്തിലുള്ള ഷർട്ടും പാൻസ് ആണോ മുണ്ടാണോ എന്ന് ഓർമ്മയില്ല. പാൻസ് സാധാരണ ഇടും. മറ്റേത് എന്നും വൈകുന്നേരം ഇവിടെ കളിക്കാൻ വരുന്നതാ. നല്ല തമാശക്കാരനാ സുഷമേ. എന്താ കാര്യം? താൻ പാവത്തിന് വരട്ടിയിട്ടില്ലേ? ദേ വരുന്നു. രവിക്കുട്ട, രവിക്കുട്ട, നിന്റെ സാറന്മാരിനി കളിക്കാൻ വരില്ലേ? എനിക്കറിയത്തില്ല. ആ, നീ അവരുടെ വലിയ അടുത്ത ആളല്ലേ? നിർത്തി. എന്ത് നിർത്തിയെന്ന്? എല്ലാം നിർത്തി. ഇനി അവരുടെ സൗകര്യത്തിന് പന്ത് തുറക്കാൻ ഞാനില്ല. അവർക്ക് കളിക്കുന്ന നിർബന്ധമാണെങ്കിൽ എനിക്ക് പന്ത് തുറക്കാൻ സൗകര്യമുള്ളോ എന്ന് കളിച്ചോളണം. എനിക്ക് ആയിൽ മില്ലിൽ പണിയൊക്കെ കിട്ടി. ആട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞു കേൾക്കൂ. നിർത്തി. നിങ്ങൾ പ്രായമായ പെമ്പിള്ളേർക്കും ആമ്പിളർക്കും വെറുതെ ഇരിക്കുന്നവർക്ക് ബുദ്ധി വന്നു. അനുഭവിക്കാൻ ഞങ്ങളെ പോലുള്ളവർ ഒരാഴ്ച വയറിളകിയത്. അതിന്റെ പാട് ഞാൻ അനുഭവിച്ചത്.
അമ്മ നോക്കിക്കോ, ഇത്തവണ ഈ പണി എനിക്ക് തന്നെ കിട്ടും. കിട്ടിയാൽ മാസം കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും കാണും. എന്നിട്ട് വേണം എനിക്ക് എന്റെ അമ്മയും കൊണ്ട് തന്റെ അടുത്തോടെ ജീവിക്കാൻ. അതിനിപ്പോ എന്താടി നമുക്കൊരു കുറവ്? എന്തായാലും സ്വന്തമായിട്ടൊരു ജോലി ഉള്ളപ്പോ അതിന്റെ ഗമയൊന്ന് വേറെയല്ലേ അമ്മേ. ആ പിന്നൊരു കാര്യം, ജോലി കിട്ടുന്നത് വരെ ഈ വിവരം ആ മനുഷ്യൻ അറിയരുത്. അറിഞ്ഞാൽ എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കും. അയാൾക്ക് നമ്മളെ ഉപദ്രവിക്കാൻ എന്താമ്മ എത്ര ഇഷ്ടം. ഓർമ്മയുള്ള നാൾ മുതൽ അമ്മയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അമ്മ എത്ര തൊഴിച്ചു ഇടിച്ചു എന്നൊക്കെ എനിക്കറിയാം. ഇനിയെങ്കിലും ജീവിക്കാൻ വിടരുതോ? നമ്മുടെ വിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു വിധിയുമല്ല. ശരിക്ക് പറഞ്ഞാൽ ആ മനുഷ്യൻ നമ്മളെയൊക്കെ വഞ്ചിക്കുകയായിരുന്നു. അമ്മയുടെ പേരിലുള്ള സർവ്വതും അയാൾ വിറ്റു തൊലച്ചില്ലേ? നീ ഏതാണ്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യം നേരത്തെ പറയുന്നത് കേട്ടല്ലോ. ആ, എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം. സുനിത പറഞ്ഞിട്ടുണ്ട് നാളെ അവളും കൂടി വരാമെന്ന്. അവളുടെ അമ്മാവന്റെ ഓഫീസിൽ സൈൻ ചെയ്യാൻ അധികാരമുള്ള ഓഫീസർമാരുണ്ട് അത്രേ. അമ്മ ഇത് വെച്ചോണ്ടിരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. കുഴങ്ങില്ലോടി, ഇന്ന് അമ്മാവൻ ലീവാ. പക്ഷെ ഒപ്പിട അധികാരമുള്ള വേറൊരു ഓഫീസറുണ്ട്. ദേ വലത് ഭാഗത്ത് ആദ്യത്തെ മുറി. നീ ഒറ്റയ്ക്ക് പോയി ചെന്ന് കണ്ടാ മതി. ഞാൻ അപ്പോഴേക്ക് ലൈബ്രറിയിൽ പോയി പുസ്തകം മാറ്റിട്ട് വരാം. ഓക്കെ, വരൂ. എന്താ? കുറച്ച് സർട്ടിഫിക്കറ്റ്സ്. നോക്കട്ടെ. ഇരിക്കൂ, ഇരിക്കുന്നേ. നാം ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നു. ഓർമ്മിക്കുന്നുണ്ടോ? തെറ്റ് എന്റേതായിരുന്നു. ഞാൻ അല്പം ധൃതി കാണിച്ചതിൽ പറ്റിയ അബദ്ധമാണിത്. അത് പറയണമെന്ന് കരുതി ഞാൻ പലപ്പോഴും കാണാനും ആഗ്രഹിച്ചു. നടന്നില്ല. പശ്ചാത്തപിച്ചാൽ തീരാത്ത തെറ്റുകളുണ്ടോ? അയ്യോ, അങ്ങനെ വലിയ തെറ്റൊന്നും. വലുതോ ചെറുതോ ആകട്ടെ, തെറ്റാണല്ലോ. അക്കാര്യം കൊണ്ട് എന്നോട് നീരസമൊന്നുമില്ലല്ലോ. തോന്നരുത് എന്ന് മാത്രമല്ല, എനിക്ക് മാപ്പ് വരികയും വേണം. മാപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തുള്ളൂ. തന്നു എന്ന് പറയാൻ പ്രയാസമാണെങ്കിൽ ഒന്ന് ചിരിച്ചാൽ മതി.